ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ട്യൂഷനക്ക് പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ അതൊന്നും മൈൻഡിലോട്ട് വരത്തേ ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ എടുക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തിക്ക് ഇന്ന് മദ്രസയിലെ എക്സാമാണ് കേട്ടോ. എനിക്കിന്ന് സംഭവം ട്യൂഷനിലെ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി ഇങ്ങനെ പഠിക്കുകയാണ് ചേർത്ത്. അപ്പോൾ ഞാൻ ഓക്കും കൂടെ പറഞ്ഞു കൊടുക്കേനു. അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്റ്റാറ്റൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് ട്യൂഷനിൽ 2 എക്സാം ഉണ്ട്. അപ്പോൾ സാധാരണ പർദ്ദ ഇട്ടിട്ട് ഒറ്റ പോക്കാണ് പോവുക. പിന്നെ ഇന്ന് നമ്മളെന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കില്ലേ അതൊക്കെ വിചാരിച്ച് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറിനൊക്കെ ഞാൻ പുറത്തോട്ട് അങ്ങോട്ട് ഇറക്കി. ഞാനിങ്ങനെ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പാണ് കേട്ടോ ഞാനിതൊക്കെ ഉപയോഗിക്കാറ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാ പെണ്ണുങ്ങളെ അവസ്ഥ അത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ ഒന്ന് ലിപ് ബാം യൂസ് ചെയ്തു. ഞാൻ റെനേൻ്റെ എവറിഡേ ലിപ് ബാമാണ് കേട്ടോ യൂസ് ആക്കണം. അപ്പോൾ എക്സാമൊക്കെയാണ്. അപ്പോൾ എക്സാമിന് സാധാരണ ഞാനൊരു ഒരുമാതിരി കോലത്തിൽ ഞാൻ അങ്ങനെ പോവുക ചെയ്യാറ്. ബട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഒരു മെനയുള്ള കോലത്തിൽ പോകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മ പറയേണ്ടേനു ഇജ്ജ് പഠിച്ചാൽ തന്നെയല്ല പോകുന്നുണ്ട്, ഫാഷൻ പരേഡിനാണോ പോകുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് നമ്മളങ്ങനെ ഒന്ന് മൈൻഡാക്കാൻ പാടാം. ഓക്കെ, നേരെ പിന്നെ എന്തോ തിന്നിട്ട് നേരെ പറന്നിട്ടിട്ട് ഓടാം. അങ്ങനെ ഞാൻ ചെയ്യാറ്. പിന്നെ സ്കൂളും കൂടി ത്തതല്ലേ. അപ്പോൾ പുരികൊക്കെ ഞാനൊന്ന് റെഡിയാക്കി മറ്റേ മേലോട്ട് വരച്ചിട്ടിട്ട് മറ്റേ വാക്സൊക്കെ ചെയ്യൂല, അതുപോലെ വാക്സ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ വീരപ്പൻ കുറുപ്പിനെ പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രോ കാണും നല്ല തപ്പി. പിന്നെ ഉമ്മാൻ്റെ കണ്ടത് ഉമ്മാൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ. ഇന്ന് ഞാൻ ലേറ്റ് ആവരുത് എന്ന് നല്ലോണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഞാൻ എന്തായാലും ഒരു 5 മിനിറ്റ് ചെറുതായിട്ട് ലേറ്റായി. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്ന സമയം സാധാരണ ആൾക്കാരൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് ഞാൻ കേൾക്കാറ്. ബട്ട് ഞാൻ ഭയങ്കര സ്ലോ ആക്കും. ഞാനങ്ങോട്ട് വേർത്തിട്ട് അങ്ങനെ പോകണം കേസ്. പിന്നെ എൻ്റെ ഫേസിൽ നല്ല പിമ്പിൾസ് വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും റെമഡീസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പറഞ്ഞു തരണേ. കാരണം എന്താ അറിയില്ല, ഈടെയായിട്ട് തുടങ്ങിയതാണ്. ഞാൻ സാധാരണ ഓയിലി ഫുഡൊന്നും അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈടെയായിട്ട് അതൊക്കെ കഴിച്ച് തുടങ്ങിയോണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ പുതിയൊരു ഐലൈനറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവിലും കൂടിയാണ് ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ആ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് വലുതല്ലേ, അപ്പോൾ എനിക്ക് ചെറുത് വെച്ചിട്ട് ഭയങ്കര ടൈനി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ വേറെ ഐലൈനർ ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ അതിൽ ആ ഒരു ക്യാപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ട് വരച്ചിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഫില്ലാക്കി അങ്ങനെ ഒരു പണി എടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഐലൈനർ വരച്ചിട്ടുള്ളത് കേട്ടോ. ചില ആൾക്കാർക്ക് ഒരു സ്ട്രോക്കിൽ തന്നെ ഇതൊക്കെ ഭയങ്കര ഇതായിട്ട് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു കഴിവാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. പിന്നെ ഇതാണ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പറയുന്നത്. ഞാനിങ്ങനെ എന്താ പറയുക, ഐബ്രോ ഇട്ട് ഐലൈനർ ഇട്ട് അങ്ങനെ തന്നെ. നിങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ എന്നെ കണ്ട ഞാനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നോക്കി. ഇത് പിന്നെ മാഴ്സിൻ്റെ ലിപ് ടിൻ്റാണ് കേട്ടോ. തീർന്ന് ഇത് ഞാനല്ല ഉപയോഗിക്കാറ്, ഉമ്മയാണ് ഉപയോഗിക്കാറ്. ഉമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഭയങ്കര ഇഷ്ടപ്പെടാത്ത ആളാണ് കേട്ടോ ഉമ്മ. ഇത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ എന്താക്കി, അത് ഒന്ന് തുടച്ചെടുത്ത് ആ ഒരു ബാമി പോലത്തെ ഒക്കെ തുടച്ചെടുത്ത് ആ ടിൻ്റ് മാത്രം എന്താക്കി. പിന്നെ ഞാൻ മുടി കെട്ടുകയാണ്. ഈടെയായിട്ട് എൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്ന രീതി എന്ന് പറയുമ്പോൾ നല്ലോണം പോകുന്നുണ്ട്. അപ്പം എനിക്കിഷ്ടമായി. അപ്പം ഞാൻ ഹിജാബൊക്കെ ഒന്ന് ചുറ്റി. അങ്ങനെ വല്ലാണ്ട് ഹിജാബൊന്നും ചുറ്റാറില്ല, ബട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ചുറ്റാൻ. അങ്ങനെ ഇതാണ് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ. ഇവിടെ ഗെറ്റ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഞാനൊരു ജീൻസും ബാഗി പാൻറ്റും ഷർട്ടും ആ ഒരു ലുക്ക് തന്നെയാണ്, കോമൺ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്ക് എന്തോ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ലൂസായി നിൽക്കുന്നുണ്ട്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ ബാഗാണ്. ഈ ബാഗിനൊന്നും ഞാൻ മെനയിൽ കൊണ്ടെടുക്കാറില്ല. ഉള്ള പൊടിയും കച്ചറയും മൊത്തം ഇതിൻ്റെ മുകളിലുണ്ടാവും. പിന്നെ ഒരു ചാക്ക് പോലത്തെ ബാഗാണ്. സോ എന്താ പറയുക, സ്പേസ് ഉണ്ട് പറയാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. ഡു ചെക്ക് ഔട്ട് മൈ ചാനൽ. ബൈ.